ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു കാനഡ സീരീസാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാനഡയിലുള്ള ഹൗസസിൻ്റെ ബ്യൂട്ടിയാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഓരോ വീടുകളും ഓരോരോ പാലസ് പോലെ ഇരിക്കും. പക്ഷേ തൊട്ട് അടുക്കി വെച്ചതുപോലത്തെ വീടുകളാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. എല്ലാ വീടുകളും വിശാലമായിട്ടുള്ള റൂംസാണ് ഉള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഗാർഡൻ ഉണ്ടാവും, കാർ പോർച്ച് ഉണ്ടാവും, എക്സ്ട്രാ ഒരു ഗ്യാരേജ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ സാധനങ്ങളും എല്ലാം വയ്ക്കാനുള്ള ഒരു ഗ്യാരേജാണ്. എല്ലാ വീട്ടിലും തന്നെ അണ്ടർഗ്രൗണ്ട് മസ്റ്റാണ്. ഈ അണ്ടർഗ്രൗണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളായിരിക്കും. അല്ലെങ്കിൽ അവിടെ തന്നെ അവർ സ്പ്ലിറ്റഡായിട്ട് വെച്ച് ഒരു ചെറിയ വീട് പോലെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കും. ഇതിൽ ഒരുപാട് പേര് റെൻറ്റിന് ഉണ്ടാവും. ഈ വീടുകളിൽ എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ടാവും, അതിൽ കൂടിയാണ് ഈ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്നവർക്ക് ഉള്ള പോക്കും വരവും എല്ലാം ഉണ്ടാവുന്നത്. അടുത്ത രാജ്യങ്ങളിലിരുന്ന് പഠിക്കാൻ വരുന്നവരും ജോബിനായിട്ട് വരുന്നവരും പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിനായി ഈ അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം 80% വുഡിലാണ് പണിതിട്ടുള്ളത്. ഈ ഇടയ്ക്കായിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്സും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഈ വുഡ് നമുക്ക് കണ്ടാൽ അത് വുഡാണെന്ന് തോന്നുകയില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇത് വുഡായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഫയർ അലാംസ് ഉണ്ടാവും. എല്ലാ വീടും സെൻട്രലൈസ്ഡ് ഹീറ്റർ വെച്ചിട്ടുള്ളതാണ്. ഈ മഞ്ഞുകാലത്ത് അവർക്ക് നമുക്ക് ഫാൻ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ ആ ഹീറ്ററും നമുക്ക് കൂട്ടിയും കുറച്ചും വയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഇത് ഗാരേജിലോ എല്ലാ വീട്ടിലും വാട്ടർ ഹീറ്റർ വലിയ ഒരു ബോയിലറായിട്ട് ഉണ്ടാവും. ഇത് നമ്മൾ ഏത് ടേപ്പ് തുറന്നാലും മഞ്ഞുകാലത്ത് നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടുന്ന ഫെസിലിറ്റീസ് കൂടെയാണ് വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 1ഉം 2ഉം പാർക്കുകളാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാ വീട്ടിലും ഫുൾ ഫർണിഷ്ഡ് ഹൗസസ് ആയിരിക്കും. അവിടെ നമ്മൾ വാങ്ങിക്കാൻ പോയാലും റെൻറ്റിന് പോയാലും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഇലക്ട്രിക് സ്റ്റവ്, വാക്വം ക്ലീനർ എല്ലാം തന്നെ ഉണ്ടാവും. വാഷിംഗ് മെഷീൻ അവിടെ 2ആയിട്ടാണ് അവർ വച്ചിട്ടുള്ളത്. അലക്കാനും ഡ്രയർ ചെയ്യാനും ആയിട്ടുള്ള 2 മെഷീൻസാണ്. നമ്മൾ അലക്കിയിട്ട് അതിലെടുത്ത് ഇടുമ്പം അത് ഫുൾ ഡ്രയറായിട്ട് നമ്മൾ അസയിലിട്ട് ഉണക്കണ്ട, നമുക്ക് ഉടൻ തന്നെ നമുക്ക് അയൺ ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഡ്രൈ ആയിട്ട് വരും നമുക്ക്. നമ്മുടെ നാട്ടിൽ പോലെ അവിടെ ചെറിയ കടകളോ അല്ലെങ്കിൽ ചായക്കടയോ എന്തെങ്കിലും ഒരു കട ഉണ്ടാവില്ല. വീടുകൾ കംപ്ലീറ്റ് വീടുകളായിരിക്കും. കുറച്ച് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോംപ്ലക്സ് പോലെ ഒരു ഗ്രൗണ്ടിൽ പല കടകളും ഉണ്ടാവും. അങ്ങനെ വീടുകളുടെ ഇടയ്ക്ക് കടകളൊന്നും കാണാൻ പറ്റില്ല. എല്ലാ വീടുകൾക്കും കടകൾക്കും അവർ നമ്പറാണ് കൊടുക്കുന്നത്. അത് അവർ വലിയ അക്ഷരമായിട്ട് അവരുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ടാവും. വീട് നമ്മൾ പേരിടുന്നത് പോലെ അവർ അധികം ഇടാറില്ല. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും 2ഉം 3ഉം ഫ്ലോർസാണ് ഉള്ളത്. അണ്ടർഗ്രൗണ്ടും കൂട്ടി 3 ഫ്ലോറെങ്കിലും ഓരോ വീട്ടിലും കാണും. ഇതിൽ ചില വീട്ടിലൊക്കെ ഭയങ്കര ഹൈറ്റായിരിക്കും, ചില സ്റ്റെപ്സ്, ചില വീട്ടിൽ ഹൈറ്റ് കുറഞ്ഞതായിരിക്കും. ഒരു ഫ്ലോറിനും സെക്കൻഡ് ഫ്ലോറിനും ഇടയ്ക്കുള്ള സ്റ്റെപ്സ് കുറവായിട്ടുള്ളത് വയസ്സായ ആൾക്കാർക്കാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴും ഓരോ വീടുകളിലും 2ഉം 3ഉം ജനറേഷൻസ് ഒന്നിച്ച് താമസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ
സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.